കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നുണ്ട് എങ്കിൽ ആ ആളിലുള്ള ശ്രേഷ്ഠതയെ അംഗീകരിക്കണം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇത് പകർന്നു കൊടുക്കുകയല്ല, ഇത് വിൽക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആധ്യാത്മികത ഒരു വിൽപ്പനച്ചരക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആധ്യാത്മികതയും ഭൗതികതയും തമ്മിൽ ഇപ്പോൾ കച്ചവട അർത്ഥത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആധ്യാത്മിക അർത്ഥത്തിലും വാസ്തവത്തിൽ ഭൗതികതയും ആധ്യാത്മികതയും വേറെ അല്ലെങ്കിൽ പോലും ഇപ്പോൾ കച്ചവട താല്പര്യം വെച്ച് നോക്കിയാൽ ഭൗതികമെന്നോ ആധ്യാത്മികം എന്നോ ഇല്ല, എല്ലാം വിൽപ്പനയാണ്. ആധാരചക്രങ്ങൾ ബ്ലോക്ക്ഡ് ആണ്. ആ ബ്ലോക്ക് അഴിച്ചു മാറ്റാൻ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ ചോദിക്കുന്ന വേദാന്തികൾ സ്വൈരമായി വിഹരിക്കുന്ന നാടും കൂടിയാണ് നമ്മുടെ. എല്ലാം കാശിൽ അധിഷ്ഠിതമാണ്. പണമാണ് എല്ലാത്തിനും പ്രധാനം ആയിട്ട് വർത്തിക്കുന്നത്. അനുഗ്രഹം എന്ന് പറയുന്നത് പണമാണ്. അപ്പോൾ എനിക്ക് ശ്രേഷ്ഠമായ എന്തെങ്കിലും അറിയാമെങ്കിൽ